അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. ഇസ്ലാമിൻ്റെ വിധിവിലക്കുകൾ, നിയമനിർദ്ദേശങ്ങൾ സൂക്ഷിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിലെ ഒരു വലിയ സന്ദർഭമാണ് ഇപ്പോൾ നമുക്കുള്ളത്. മുഹറം മാസത്തിലാണ്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട 4 മാസങ്ങൾ, യുദ്ധം ഹറാമാക്കിയ 4 മാസങ്ങൾ, അതിലൊന്ന് ഈ മുഹറം. അള്ളാഹുവെ അനുഗ്രഹിക്കുമാറാകണേ. നമ്മുടെ ജീവിതത്തിലെ കലണ്ടർ ഒന്നുകൂടി മാറുകയാണ്. ആരാധനകളും അനുഷ്ഠാനങ്ങളും നിർവഹിക്കേണ്ടത് ഈ ചന്ദ്രവർഷം അനുസരിച്ചാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അരുളി, സൂറത്ത് തൗബ 36-ാമത്തെ ആയത്ത്, ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹി യൗമ ഖലഖസ് സമാവാതി വൽ അർദ് മിൻഹാ അർബഅത്തുൻ ഹുറും ദാലിക അദ്ദീനുൽ ഖയ്യിം ഫലാ തുദ്ലിമൂ ഫീഹിന്ന അൻഫുസകും. ആകാശഭൂമികളെ പടച്ച അന്ന് മുതൽ അള്ളാഹുവിൻ്റെ റിക്കാർഡിൽ വർഷം 12 മാസമാണ്. അതിൽ 4 മാസം പവിത്രമാണ്. നിങ്ങൾ അതിൽ അതിക്രമം ചെയ്യരുത് എന്ന്. അപ്പോൾ ആകാശഭൂമികളെ പടച്ച അന്ന് മുതൽ തന്നെ ഈ മാസവും ആഴ്ചയും കൊല്ലവും ദിവസവും കണക്കാക്കുന്ന സംവിധാനം ഉണ്ട്. അന്ന് മുതൽ അത് 12 മാസം തന്നെയാണ്. സുബ്ഹാനല്ലാഹ്. നമ്മളെല്ലാവരും ഒരു വലിയ നീണ്ട പരന്നു കിടക്കുന്ന ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അള്ളാഹുവെ അനുഗ്രഹിക്കുമാറാകണേ. അപ്പോഴ് ഈ ചരിത്രത്തിൽ നമ്മളെ ഹിജ്റ കലണ്ടർ വന്നു. അത് ഒരു കലണ്ടർ വേണമെന്ന സംഗതി അവർക്കിടയിൽ ചർച്ചയ്ക്ക് വന്നു. കാരണം ഡേറ്റ് വ്യത്യാസം വന്നു, അവധി പറഞ്ഞതിൽ വ്യത്യാസം വന്നു. അപ്പോൾ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ഒരു കലണ്ടർ വേണമെന്ന വിഷയം വെച്ചു. അങ്ങനെയാണ് ഹിജ്റ കലണ്ടർ. അതിനെക്കുറിച്ച് നമുക്ക് അല്പം സംസാരിക്കേണ്ടതുണ്ട്. ശരി, ഇവിടെ പേരെന്താണ്? മുഹറം എന്നാണ്. മുഹറം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? പരിപാവനമായത് എന്നാണ്. പവിത്രമായത്, ബഹുമാനപ്പെട്ടത്. മസ്ജിദുൽ ഹറാം എന്ന് പറയില്ലേ, ഹറം എന്ന് പറയില്ലേ, അതൊക്കെ എന്താണ്? പല കാര്യങ്ങളും ഹറാമാക്കപ്പെട്ട സ്ഥലം, സന്ദർഭം എല്ലാം. അപ്പൊ അതിലൊന്നാണ് മുഹറം. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, മുസ്ലിമിലെ 1163-ാമത്തെ ഹദീസ്, അഫ്ളലു സിയാമി ബഅദ റമളാന ശഹ്റുല്ലാഹിൽ മുഹറം. റമളാൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് അള്ളാഹുവിൻ്റെ മാസമായ മുഹറം. അല്ലാഹു അക്ബർ. എന്താ വാക്ക്? അള്ളാഹുവിൻ്റെ മാസം എന്നാണ് പറയുന്നത്. അപ്പോ എല്ലാം അള്ളാഹുവിൻ്റെ മാസമല്ലേ? ആണ്. പിന്നെന്താണ് അങ്ങനെ പറയാൻ? കാരണം അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നോമ്പ് ഉൾക്കൊള്ളുന്ന മാസമാണ്. യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ട മാസമാണ്. അതിന് പുറമെ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള നോമ്പ്, സുന്നത്ത് നോമ്പ് ഉൾക്കൊള്ളുന്ന മാസമാണ്. ഏതായാലും നമുക്ക് ആ ഇഷ്ടം ഉൾക്കൊള്ളാം. ഈ ഹദീസിന്റെ തുടക്കം എന്താണ്? അഫ്ളലുൽ സ്വലാത്തി ബഅദൽ ഫരീലത്തി ഖിയാമുൽ ലൈൽ. ഫർദ് നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരം ഖിയാമുൽ ലൈലാണ്. അള്ളാഹുവെ സ്വീകരിക്കണേ. എല്ലാവരും ഉറങ്ങുന്ന സന്ദർഭത്തിൽ എഴുന്നേറ്റ് നിന്ന് അല്പം ഒന്ന് നിസ്കരിക്കാനുള്ള സൗഭാഗ്യം, അത് വല്ലാത്ത ഭാഗ്യമാണ്. ശരി, അപ്പോ
മുഹറം എന്ന മാസത്തിന്റെ പ്രത്യേകത അള്ളാഹുവിന്റെ അടുക്കൽ നോമ്പ് ഏറ്റവും ഇഷ്ടപ്പെട്ട മാസം എന്നർത്ഥം. ശരി, അപ്പോ ഇത് പേര് ബഹുമാനപ്പെട്ടത് എന്നാണെങ്കിലും നമ്മുടെ നാട്ടിലുള്ള ഒരു പ്രത്യേകത നിങ്ങൾക്കറിയാം, മുഹറം 10 കഴിയട്ടെ എന്ന് പറയും. അതെന്താ മുഹറം 10 കഴിയട്ടെ? നല്ല കാര്യങ്ങൾക്ക് പറ്റിയ ദിവസങ്ങളല്ല മുഹറം 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾ എന്ന്. അള്ളാഹു അക്ബർ. ഇതെങ്ങനെ വന്നു? പേരെന്താ? പേര് മുഹറം എന്നാണ്, ബഹുമാനപ്പെട്ടത് എന്നാണ്. ബഹുമാനപ്പെട്ടത് എന്ന പേരുള്ള ഒരു മാസത്തിന് എങ്ങനെ അവലക്ഷണം വന്നു, ദുർലക്ഷണം വന്നു? നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരുപാട് അനാവശ്യമായ ചിന്തകളുണ്ട്. മുമ്പ് കലണ്ടറുകളിൽ നഹ്സിന്റെ ദിവസങ്ങൾ എന്ന് കൊടുത്തിരുന്നു. 127 ദിവസം നഹ്സാണ്. ദുൽഹിജ്ജ 10 വരെ നഹ്സാണ്. റമദാനിൽ ഒരുപാട് ദിവസം നഹ്സ് ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ മാറി. ഇൻഷാ അല്ലാഹ് എല്ലാറ്റിലും പരിപൂർണമായ മാറ്റം അള്ളാഹുവേ ഞങ്ങൾക്ക് നൽകണേ, നല്ല ഒരു മാറ്റം. അപ്പൊ എന്താണ് ഈ മുഹറം മാസത്തിന് അവലക്ഷണം വരാൻ കാരണം? അത് ഹിജറ 61-ാമത്തെ വർഷം, ഹിജറ 61-ാമത്തെ വർഷം മുഹറം 10-ന് ആണ് കർബല യുദ്ധം നടന്നത്. കർബല യുദ്ധം നിങ്ങൾക്കറിയാം, അതിന്റെ ചരിത്രം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഹുസൈൻ റളിയല്ലാഹുവിന് ഷഹീദായ ഒരു യുദ്ധമാണ്. അപ്പുറത്തും മുസ്ലിങ്ങളാണ്, ഇപ്പുറത്തും മുസ്ലിങ്ങളാണ്. ഇനി നമുക്കൊന്നും അതിനെക്കുറിച്ച് പറയാനില്ല. സിഫീൻ യുദ്ധത്തെക്കുറിച്ചോ ജമൽ യുദ്ധത്തെക്കുറിച്ചോ നമുക്കൊരഭിപ്രായവും പറയാനില്ല. അള്ളാഹു നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല, റസൂല് ഏൽപ്പിച്ചിട്ടില്ല. ഏതായിരുന്നാലും യുദ്ധം കഴിഞ്ഞു. ഇത് 1447 മുഹറം മാസമായി. അപ്പോ 1386 കൊല്ലം മുമ്പ് നടന്ന സംഭവമാണ് ഇത്. അപ്പോ കുറെ കാലമായി കഴിഞ്ഞു പോയി, ഇനി അങ്ങനെയൊന്നും വരാനും പോകുന്നില്ല. പക്ഷേ ഇപ്പോഴും നഹ്സ് എന്നൊരു വാചകം നിലനിൽക്കുന്നു, പ്രത്യേകിച്ച് ശിയാക്കൾക്കിടയിൽ. മുഹറം 10-ന് ദുഃഖമാചരിക്കാത്തവൻ കാഫറാണ് എന്ന് അഷഹീദ് മാസിക എഴുതി, ഇറാനിലെ. മുഹറം 10 തീക്കുണ്ടമുണ്ടാക്കി പുരുഷന്മാരും സ്ത്രീകളും അതിലേക്ക് ചാടുന്നു, പുറത്തേക്ക് കയറുന്നു, അവരുടെ മേലാകെ മുറിവുണ്ടാക്കുന്നു, ദുഃഖമാചരിക്കുന്നു, എന്നിട്ട് മുടിയടിച്ചിട്ടാടുന്നു, എന്തൊക്കെയോ കോപ്പിരാട്ടികൾ. യാ ഹുസ്സ യാ ഹുസ്സ, ഹുസൈനെ ഹുസൈനെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നു, ഇസ്തിഗാസ ചെയ്യുന്നു. അള്ളാഹുവേ എന്ന് വിളിക്കേണ്ട മുസ്ലിങ്ങൾ, അള്ളാഹുവേ എന്ന് വിളിക്കേണ്ട മുസ്ലിങ്ങൾ അതാ ഹുസൈനെ എന്ന് വിളിക്കുന്നു. അത്ഭുതകരമാണ്. ശരി, ഇതാണ് ആ സംഭവമാണ് നഹ്സ് എന്ന അനാവശ്യമായ അസംബന്ധമായ അന്ധവിശ്വാസം നമ്മുടെ സമൂഹത്തിൽ വരാൻ കാരണം. ശരി, അപ്പോ യഥാർത്ഥത്തിൽ നഹ്സ് എന്നൊന്നുണ്ടോ? ഇല്ല. നല്ലത് ചെയ്താൽ നല്ലത്, ചീത്ത ചെയ്താൽ ചീത്ത. നല്ല സമയത്ത് ചീത്ത സമയത്ത് എന്നൊന്നുണ്ടോ? ഇല്ല. എല്ലാ സമയവും നമുക്ക് നല്ലതിനാണ്. അപ്പോൾ സുബഹിന് നിസ്കരിച്ചില്ലെങ്കിൽ എന്താവും? കുഫറാകും. കള്ളും വെള്ളവും വ്യത്യാസമില്ലേ? ഉണ്ട്. കള്ള് നല്ല ദിവസം കുടിച്ചാൽ വെള്ളമാകുമോ? വെള്ളം ഈ നഹ്സിന്റെ പറയപ്പെട്ട ദിവസങ്ങളിൽ കുടിച്ചാൽ അത് കള്ളാകുമോ? ഇല്ല. അതുകൊണ്ട് അങ്ങനത്തെ ഒരു സംവിധാനം ഇല്ല. ശരി, അപ്പോ എന്താണ് ഈ നഹ്സ് വരാൻ കാരണം എന്ന് നിങ്ങൾക്ക് മനസ്സിലായി അല്ലേ? അപ്പോ ഷിയായിസം എന്നത് നമ്മുടെ മതമാണോ? അല്ല. അള്ളാഹു ഇലാഹാണ്, അലി റളിയല്ലാഹുവിന് ഇലാഹാണ് എന്ന് പറഞ്ഞു അവർ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ല നബിയാകേണ്ടത്, അലി ആണ് എന്ന് പറഞ്ഞു. അബൂബക്കർ സിദ്ദീഖും ഉമർ ഫാറൂഖും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവും ഒക്കെ കാഫിറുകളാണ് എന്ന് പറഞ്ഞു. ഇതൊക്കെ അവിടെ ഇറാനിലല്ലേ എന്ന് നമ്മൾ ചിന്തിക്കും. എന്നാൽ ഇവിടെ നമുക്ക് വേദനാജനകമായ ചില കാര്യങ്ങൾ കാണാൻ കഴിയും. നോക്കുക, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ഒരു കള്ളക്കഥയുണ്ട്. അത് പാട്ടാണ്. പാട്ടിന്റെ പേര് പക്ഷിപ്പാട്ട് എന്നാണ്. പക്ഷിപ്പാട്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് അബൂബക്കർ റളിയല്ലാഹുവിനോട്, ഒരു കത്ത്, അതാ അവിടെ ആ മരത്തിന്റെ മുകളിൽ ഒരു പക്ഷി ഇരിക്കുന്നുണ്ട്, അവിടെ എനിക്കുള്ളൊരു കത്തുണ്ട് എന്ന് പറഞ്ഞു. അബൂബക്കർ റളിയല്ലാഹുവിന് വേഗം ചെന്ന് പക്ഷിയോട് പറഞ്ഞു, റസൂലുള്ളാഹിന്റെ ആളാണ് ഞാൻ വന്നിരിക്കുന്നത്,
അപ്പോ ആ കത്തിങ് തരണം. അപ്പൊ ആ പക്ഷി പറഞ്ഞത്രേ, എന്ത് നബിയടോ, ഏത് നബിയടോ, ആരെ മകനടോ, എവിടെ പിറന്നോരാം. നോക്കി നിങ്ങൾ, എത്ര ധിക്കാരമാണ്. ഒരു പക്ഷി അങ്ങനെ പറയോ? ഇല്ല. ഒരു പട്ടി അങ്ങനെ പറയോ? ഇല്ല. ഓഹ്, എന്നിട്ട് ഈ പക്ഷി അങ്ങനെ പറഞ്ഞു എന്നാണ്. അങ്ങനെ അബൂബക്കർ റളിയല്ലാഹു അൻഹു മടങ്ങിപ്പോന്നു. അങ്ങനെ മടങ്ങിപ്പോരും. ഒരു പക്ഷി അങ്ങനെ പറഞ്ഞാ ആ പക്ഷിയെ കൊന്നിട്ടല്ലേ വിടുള്ളൂ. ശരിക്ക് രണ്ടാമത് ഉമറുൽ ഫാറൂഖ് പോയി, അങ്ങനെ മടങ്ങി. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പോയി, അങ്ങനെ മടങ്ങി. അപ്പോഴൊക്കെ ഈ വാക്കുകൾ ആവർത്തിക്കപ്പെട്ടു എന്നാണ്. അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞയച്ചു. അപ്പോ ഞാൻ അലിയാണെന്ന് പറഞ്ഞപ്പോ തന്നെ, ആ അറിയാം, മക്കത്തെ അലിയല്ലേ, കേട്ടിട്ടുണ്ട്, ഇതാ കത്ത് പിടിച്ചോളി എന്നാ പറഞ്ഞു. നോക്കി നിങ്ങൾ, അവൻ മറ്റു സഹാബിമാരെ, ഖലീഫമാരെ ഇടിച്ചു താഴ്ത്താൻ, അവരെക്കാൾ പ്രത്യേകത അലി റളിയല്ലാഹു അൻഹു ഉണ്ട് എന്ന് പറയാൻ, അള്ളാഹുവിന്റെ റസൂലിനെ കള്ളത്തരം പറയുന്ന ആളാക്കി മാറ്റി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ അങ്ങനെയാക്കി, ആ പാവം കിളിയെ അങ്ങനെയാക്കി. ഇതൊക്കെയാണ് സംഭവിക്കുന്നത്. നിങ്ങൾ കേട്ടിട്ടില്ലേ? അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി കറമല്ലാഹു വജ്ഹഹു എന്നാ പറയാം. അങ്ങനെയൊന്നുണ്ടോ? ഇല്ല. അപ്പോ ലീ ഹംസത്തുൻ, എനിക്ക് 5 ആൾക്കാരുണ്ട് കോളറ തടയാൻ. ഒന്നെന്താണ്? അലി. 2 ഫാത്തിമ. 3 ഹസൻ. 4 ഹുസൈൻ. 5 നബി. ഇങ്ങനെ 5 ആൾക്കാരുണ്ട്. നോക്കൂ നിങ്ങൾ, ബാക്കി സഹാബിമാരെ ഒന്നും ഉൾപ്പെടുത്താത്ത ഈ രീതി. ഇതൊക്കെ നമ്മുടെ നാട്ടിലുള്ളതാണ്. അതുകൊണ്ട് അന്ധവിശ്വാസങ്ങളെല്ലാം നമ്മൾ പഠിക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ശരി, അപ്പോ നമുക്ക് മുഹറം മാസമാണ്. അതിൻ്റെ പ്രത്യേകത ഒന്ന്, യുദ്ധം ഹറാമാണ് എന്നതാണ്. അപ്പോൾ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം യുദ്ധം ഹറാമാക്കപ്പെട്ട മാസമാണ്. ഇപ്പോൾ ലോകത്തൊക്കെ ചില യുദ്ധങ്ങളൊക്കെ നടക്കുന്നു. അള്ളാഹുവെ കാത്തു രക്ഷിക്കണേ. രണ്ടാമത്തെ കാര്യം, ഈ മുഹറത്തിന് ഒരൊറ്റ പ്രത്യേകതയാണ് നമുക്ക് ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടത്. അതെന്താണ്? അത് നോമ്പെടുക്കലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളിയത് നമ്മൾ കേട്ടു. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നോമ്പ് മുഹറത്തിലെ നോമ്പാണ്. അപ്പൊ എന്താണ് മുഹറത്തിലെ നോമ്പ്? മുഹറത്തിലെ നോമ്പ് 9ഉം 10ഉമാണ്. പിന്നെയോ എല്ലാ തിങ്കളാഴ്ചയും, എല്ലാ വ്യാഴാഴ്ചയും, എല്ലാ അറബി മാസവും 13, 14, 15 ഉണ്ട്. അതിൻ്റെ പുറമെ 9ഉം 10ഉം ഉണ്ട്. അതുകൊണ്ട് ആ 9ഉം 10ഉം നോമ്പുകൾ ആണ് പ്രധാനമായി ഉള്ളത്. അപ്പോൾ ഈ മുഹറം മാസത്തിലെ ആദ്യത്തെ നമ്മുടെ നോമ്പ് നാളെയാണ് ആരംഭിക്കുന്നത്, തിങ്കളാഴ്ച. അപ്പൊ ഇന്ന് രാത്രി അത്താഴം കഴിക്കുന്നു. നമ്മൾ നോമ്പ് നോൽക്കാൻ താല്പര്യമുള്ള, കഴിവുള്ള, സൗകര്യമുള്ള ആളുകളെല്ലാവരും നോമ്പ് നോൽക്കുന്നു. അള്ളാഹുവെ, ഞങ്ങളെ നീ അനുഗ്രഹിക്കുമാറാകണം. തിങ്കളാഴ്ചയുടെ പ്രത്യേകത നിങ്ങൾക്കറിയാം. 5 പ്രത്യേകതകളാണ്. മുസ്ലിമിലെ 1162 ഹദീസിൽ ഞാൻ ജനിച്ച ദിവസം, നബിയായ ദിവസം, ഖുർആൻ ഇറക്കപ്പെട്ട ദിവസം എന്ന് പറഞ്ഞു. ദാലിക യൗമുൻ വുലിദ്തു ഫീഹി വബുഇസ്തു ഫീഹി വഉൻസില അലയ്യ ഫീഹി. മുസ്ലിമിലെ 2565 ഹദീസിൽ അരുളി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, മനുഷ്യന്റെ കർമ്മങ്ങൾ അള്ളാഹുവിങ്കലേക്ക് ഉയർത്തപ്പെടുന്ന ദിവസങ്ങളാണ് തിങ്കളും വ്യാഴവും. അള്ളാഹുവിന്റെ അടുക്കലേക്ക് നമ്മുടെ കർമ്മങ്ങളെല്ലാം ഉയർത്തപ്പെടുന്ന മഹനീയമായ ദിവസമാണ്. അള്ളാഹുവെ അനുഗ്രഹിക്കണേ. സ്വർഗത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുന്ന ദിവസമാണ്. അള്ളാഹുവെ അനുഗ്രഹിക്കണേ. അപ്പോ ഇതെല്ലാം നമുക്ക് കിട്ടിയ അവസരങ്ങളാണ്. ഈ അവസരങ്ങളെല്ലാം നമുക്ക് പാഴാക്കാതിരിക്കാൻ ശ്രമിക്കാം. സാധാരണ നോമ്പെടുക്കുന്ന ആൾക്കാർ നാളെ കഴിയില്ലെങ്കിൽ, ആർത്തവമാണെങ്കിൽ, യാത്രയാണെങ്കിൽ, രോഗമാണെങ്കിൽ വിഷമിക്കേണ്ടതില്ല. അതിന് തക്കതായ പ്രതിഫലം അള്ളാഹുവിൻ്റെ പക്കൽ നമുക്ക് പ്രതീക്ഷിക്കാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ശരി, ആമീൻ. ശരി, അപ്പോൾ നോമ്പ് കഴിഞ്ഞു. ഇനിയുള്ളത് നമ്മുടെ ഈ ഹിജ്റ വർഷം ആരംഭിക്കുന്ന മുഹറം മാസത്തെക്കുറിച്ചാണ്. ഹിജ്റ വർഷം ഇന്ന് 1447. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം ഈ ഡേറ്റ് ആവശ്യമായി വന്നപ്പോൾ സഹാബിമാർ കൂടിയാലോചിച്ചു. അവർ പറഞ്ഞു, നമുക്ക് പേർഷ്യക്കാരുടെ രീതി അവലംബിക്കാം. അതെന്താണ്? പേർഷ്യൻ രാജാക്കന്മാരുടെ സംഭവങ്ങളുമായി ബന്ധപ്പെട്ടാണ് അവരുടെ കൊല്ലം കണക്കാക്കുന്നത്. അല്ല, റോമാക്കാരുടേതാക്കാം എന്ന് പറഞ്ഞു. പിന്നെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനമാകാം എന്ന് പറഞ്ഞു, നുബുവത്താകാം എന്ന് പറഞ്ഞു, വഫാത്താകാം എന്ന് പറഞ്ഞു.
ഇങ്ങനെയൊക്കെ ചർച്ചകൾ നടന്നു. പക്ഷേ ഇസ്ലാമിക ശരീഅത്തിന്റെ 2 ഘട്ടങ്ങൾ, ഹിജറക്ക് മുമ്പും പിമ്പുമുള്ള ഘട്ടങ്ങൾ, അതാണ് അവർ അവസാനം തീരുമാനമെടുത്തത്. അങ്ങനെയാണ് ഹിജറ കലണ്ടർ വരുന്നത്. ഈ ചന്ദ്രമാസത്തിൻ്റെയും ചന്ദ്രവർഷത്തിൻ്റെയും സൗരവർഷത്തിൻ്റെയും പ്രത്യേകത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഡിസംബറിൽ ആണ് എന്നും ക്രിസ്മസ്, തണുപ്പത്താണ്. ചിങ്ങമാസത്തിലാണ് എന്നും ഓണം. അങ്ങനെ ഉള്ള വ്യത്യാസമല്ല നമ്മുടെ ഇത് വരിക. എന്താണ്? ഇബാദത്തുകൾക്കുള്ളതാണ്. അതുകൊണ്ട് ഓരോ നാട്ടിലെയും ഓരോ കാലഘട്ടത്തിലെയും ജനങ്ങൾക്ക് തണുപ്പിലും ചൂടിലും മിതശീതോഷ്ണാവസ്ഥയിലുമൊക്കെ നോമ്പും പെരുന്നാളും ആഘോഷിക്കുവാനുള്ള അവസരമാണ് അള്ളാഹു ഈ ചന്ദ്രമാസ നിർണയത്തിലൂടെ നൽകിയിരിക്കുന്നത്. തൊലാക്ക്, അതുപോലെ വഫാത്ത്, ഭർത്താവിൻ്റെ വഫാത്ത്, ഭർത്താവ് തലാക്ക് ചെല്ലുക തുടങ്ങിയ സന്ദർഭങ്ങളിൽ നമുക്ക് എണ്ണാനുള്ളത് സാധാരണഗതിയിൽ 4 മാസവും 10 ദിവസവും എന്ന് ഭർത്താവ് മരിച്ചാൽ ഇദ്ദ പാലിക്കണം. ഇദ്ദ ഇരിക്കുകയല്ല, ഇദ്ദ പാലിക്കണം. അതിൽ പരിഗണിക്കേണ്ടത് അറബി മാസമാണ്. അതുപോലെ 3 മാസം എന്നും 1 മാസം എന്നും ഒക്കെ കണക്കാക്കുന്നത് അറബി മാസമാണ് എന്ന് പ്രത്യേകം ഓർമ്മിക്കുക. ശരി, അപ്പോ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജറയാണ് ഈ സന്ദർഭത്തിൽ നമുക്ക് ഓർക്കാനുള്ള 4ാമത്തെ കാര്യം. ഹിജറ വർഷം ആണല്ലോ ഇത്. അപ്പോൾ എന്താണ് ഹിജറ? നമുക്കറിയാം, മക്കയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കലും തന്നെ അവിടെ വിട്ടുപോകാൻ ഉദ്ദേശിച്ചിട്ടില്ല. തിർമിദി 3925 ഹദീസിൽ കാണാം, വലൗല അന്നി ഉഖ്രിജ്തു മിൻകി മാ ഖറജ്തു. നിന്റെ അടുക്കൽ നിന്ന് അവരെന്നെ പോകാൻ നിർബന്ധിച്ചില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ നിന്നെ വിട്ടുപോവില്ലായിരുന്നു എന്ന്. ഇസ്ലാമിന്റെ ആദ്യകാലത്ത് ഇഖ്റ ബിസ്മി ഇറങ്ങിയപ്പോൾ വളരെയേറെ താല്പര്യത്തോടു കൂടി വറഖത്ത് ബിൻ നൗഫലിന്റെ അടുത്ത് ചെന്നപ്പോൾ ഖദീജ റളിയല്ലാഹു അൻഹയോടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടും അദ്ദേഹം പറഞ്ഞില്ലേ, നിന്നെ ആളുകൾ പുറത്താക്കുന്ന ദിവസം സമയം ഞാൻ ഉണ്ടെങ്കിൽ ഞാൻ നിന്നെ ശക്തിയായി സഹായിക്കുമായിരുന്നു എന്ന്. അത്ഭുതത്തോടുകൂടി, അതിശയത്തോടുകൂടി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു. അവർ മുഖ്രിജിയഹും, എന്നെ അവർ പുറത്താക്കുന്നോ? നോക്കൂ നിങ്ങൾ, സത്യസന്ധനാണ്, വിശ്വസ്തനാണ്, അല്ലമീനാണ്, സദൂക്കാണ് എന്ന് പറഞ്ഞിരുന്ന ആ നബിയെ പുറത്താക്കുന്നൊരു ഘട്ടം വരുമെന്ന് കേട്ടപ്പോൾ അദ്ദേഹം വല്ലാതെ അതിശയിച്ചു പോയി. അതാണ് 13 വർഷത്തിന് ശേഷം സംഭവിച്ചത്. നിങ്ങൾക്കറിയാം, അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 35 വയസ്സായപ്പോൾ അവിടെ വെള്ളപ്പൊക്കം വന്നു, കഅബാലയം നശിച്ചു, കഅബാലയത്തിന് കേടുപാടുകൾ സംഭവിച്ചു. 2ാമത് പണി നടക്കുമ്പോൾ ഹജറുൽ അസ്വദ് എടുത്തു വെക്കേണ്ട ഘട്ടം വന്നപ്പോൾ അവിടെ തർക്കമുടലെടുത്തു. അങ്ങനെ കഅബാലയത്തിന്റെ നിർമ്മാണം മുടങ്ങി. ആ സന്ദർഭത്തിൽ കുറെ ദിവസമായപ്പോൾ തീരുമാനമാകുന്നില്ല. അപ്പോഴാണ് ഒരു കാര്യം തീരുമാനിച്ചത്, നാളെ രാവിലെ ആരാണോ കഅബാലയത്തിൽ ആദ്യം വരുന്നത് ആ ആള് പറഞ്ഞതുപോലെ ചെയ്യാം. സന്ദർഭവശാൽ അള്ളാഹുവിന്റെ നിർണയം നിശ്ചയം, മാഷാ അള്ളാഹ്, റസൂലുള്ളയാണ് വന്നത്. റസൂലായിട്ടില്ല, മുഹമ്മദ് എന്ന ചെറുപ്പക്കാരനാണ് വന്നത്. പ്രശ്നം അദ്ദേഹം കേട്ടു. തൻ്റെ തട്ടം നിലത്ത് വിരിച്ചു, ഹജറുൽ അസ്വദ് എടുത്ത് ആ തട്ടത്തിൽ വെച്ചു. 10 ഗോത്രങ്ങളിലെയും 10 നേതാക്കന്മാരോട് പിടിക്കാൻ പറഞ്ഞു. അവരെല്ലാവരും കൂടി പിടിച്ച് അവിടെ കൊണ്ടുപോയി വെച്ചു. മാഷാ അള്ളാഹ്, അൽഹംദുലില്ലാ, അല്ലാഹു അക്ബർ. കണ്ണിലുണ്ണിയായ റസൂല് അല്ലേ, വിശ്വസ്തനായ റസൂല്. ആ 35ാമത്തെ വയസ്സിൽ ഇങ്ങനെ സംഭവിച്ചു. 8 വർഷം കഴിഞ്ഞു 43ാമത്തെ വയസ്സിൽ സഫാ മലമുകളിൽ കയറി എല്ലാരെയും വിളിച്ചു. അവിടുന്ന് പറഞ്ഞു, ഇതാ ഈ മലയുടെ പിറകിൽ ഒരു സൈന്യം വന്നു നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതെ, വിശ്വസിക്കും എന്ന് പറഞ്ഞു. അപ്പോഴാണ് അദ്ദേഹം ഇസ്ലാമിനെ പറ്റി പറയുന്നത്, പരലോകം പറയുന്നത്, തൗഹീദ് പറയുന്നത്. അപ്പൊ അത് കേട്ടപ്പോ അബൂലഹബ് ഉറക്കെ വിളിച്ചു പറഞ്ഞു, തബ്ബല്ലക യാ മുഹമ്മദ്, മുഹമ്മദ് നിനക്ക് നാശം, വലിഹാദാ ജമാഅത്തന, ഇതിനാണോ നിങ്ങൾ വിളിച്ചു കൂട്ടിയത് എന്ന്. നോക്കി നിങ്ങൾ, അല്ലാഹു അക്ബർ. 8 കൊല്ലം മുമ്പ് എന്താ സംഭവിച്ചത് എന്ന് നിങ്ങൾ കേട്ടു. ഇനി ഇത് അദ്ദേഹത്തിന്റെ അവിടുത്തെ 53ാമത്തെ വയസ്സിലാണ് അല്ലേ? അപ്പോ 43ാമത്തെ വയസ്സ്. അവിടെ നിന്ന് 10 കൊല്ലം കൂടി കഴിഞ്ഞപ്പോൾ 53ാമത്തെ വയസ്സിൽ എന്താ സംഭവിച്ചത്?
അവിടുത്തെ കൊല്ലാൻ വേണ്ടി 10 ഗോത്രങ്ങളിലെ 10 നേതാക്കന്മാർ 10 യുവാക്കളുടെ കയ്യിൽ നല്ല വാള് കൊടുത്തു. എന്നിട്ട് നാളെ രാവിലെ മുഹമ്മദ് പുറത്തിറങ്ങുമ്പോൾ എല്ലാവരും കൂടി വെട്ടിക്കൊല്ലണം. കാരണം ഒരാൾ വെട്ടിക്കൊന്നാല് അവരുടെ കുടുംബം നമുക്കെതിരെ തിരിയും. എല്ലാവരും കൂടി വെട്ടുമ്പോൾ എല്ലാ ഗോത്രത്തെയും കൂടി നേരിടാനുള്ള കഴിവ് ബനു ഹാഷിമിന് ഉണ്ടാവൂല എന്ന് പറഞ്ഞു. അങ്ങനെ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം എന്ത് സംഭവിച്ചു നിങ്ങൾക്കറിയാം. അലി റളിയല്ലാഹുവിനെ ആ പായയിൽ കിടത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തേക്ക് വന്നു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കയ്യിൽ മണ്ണ് വാരി അവർക്ക് നേരെ എറിഞ്ഞു. അവരുടെ എല്ലാവരുടെയും കണ്ണിൽ മണൽ പറ്റി പിടിച്ചു. അവർക്ക് അവിടുത്തെ പിടികൂടാനായില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ അനുഗ്രഹത്താൽ അവിടുന്ന് രക്ഷപ്പെട്ടു. സൂറത്തുൽ അൻഫാലിലെ 30-ാമത്തെ ആയത്ത് നിങ്ങൾക്കറിയാം. നിഷേധികൾ അങ്ങേക്കെതിരെ കുതന്ത്രം ആലോചിച്ച സമയത്ത് അങ്ങയെ പിടിച്ചു കെട്ടാൻ, ഔ യഖ്തുലൂക അല്ലെങ്കിൽ കൊല്ലാൻ, ഔ യഖ്റുജൂക അല്ലെങ്കിൽ പുറത്താക്കാൻ. ഇതായിരുന്നു അവരുടെ പ്ലാൻ. അവിടെ നിർത്താൻ കഴിഞ്ഞില്ല, കൊല്ലാനും കഴിഞ്ഞില്ല. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രക്ഷപ്പെടുകയാണ്. ആ രക്ഷപ്പെട്ട ശേഷം അന്ന് അബൂബക്കർ സിദ്ദീഖിന്റെ വീട്ടിലേക്ക് പോയതും ഹിജറ പ്ലാൻ ചെയ്തതും ആയ സംഭവങ്ങളെല്ലാം നിങ്ങൾക്കറിയാം. അതിലാണ് തൗബ 40-ാമത്തെ ആയത്ത്. എന്ത്? ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, നീ ദുഃഖിക്കണ്ട, അള്ളാഹു ഉണ്ട് നമ്മുടെ കൂടെ എന്ന ചരിത്ര പ്രസിദ്ധമായ പ്രഖ്യാപനം അത് ഹിജറയിലുണ്ടായതാണ്. ഇതാണ് ഹിജറ. ഈ ഹിജറ നമുക്ക് നൽകുന്ന പാഠം എന്താണ്? നമ്മള് ഇസ്ലാമിന് വേണ്ടിയാണ് നാടും വീടും വെടിയാൻ കൽപ്പിക്കപ്പെട്ടതെങ്കിൽ വെടിയണം. ഒരു നബിയും പരിഹാസത്തിന് വിധേയമാകാതിരുന്നിട്ടില്ല. വലഖദുസ്തുഹ്സിയ ബിറുസുലിൻ മിൻ ഖബ്ലിക്, മുമ്പുള്ള നബിമാരെല്ലാവരും കളിയാക്കലിന് വിധേയമായിട്ടുണ്ടെന്ന് അള്ളാഹു അരുളുകയാണ്. എല്ലാ നബിമാരും നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, ആ നാട്ടിലുള്ള ആൾക്കാരെല്ലാവരും കൂടി അപഹസിച്ചും പരിഹസിച്ചും കളിയാക്കിയും എറിഞ്ഞോടിച്ചുമൊക്കെയാണല്ലോ ഈ ആൾക്കാരെയൊക്കെ നബിമാരെയൊക്കെ പുറത്താക്കുന്നത്. നോക്കൂ നിങ്ങൾ, എത്രമാത്രം സഹിച്ചു അവർ. എന്തിനു വേണ്ടി? ഇസ്ലാമിനെ, നമ്മുടെ ഏറ്റവും വലിയ ആവേശമായ ജീവനായ ഇസ്ലാമിനെ നിലനിർത്താൻ വേണ്ടി, ആ ഇസ്ലാമിനെ നമുക്കെല്ലാവർക്കും പഠിപ്പിച്ചു തരാവുന്ന വിധത്തിൽ സുരക്ഷിതമായി നിലനിർത്താൻ വേണ്ടി. അങ്ങനെയാണ് ഹിജറ ഉണ്ടായത്. ഈ ഹിജറ ഉണ്ടായതിനെ കുറിച്ച് ചില ചങ്ങാതിമാര് പറയുന്നു ഭരണം കിട്ടാൻ വേണ്ടി പോയതാണ്, ഭരണമുണ്ടാക്കാൻ വേണ്ടി പോയതാണ്. അങ്ങനെയാണോ? അള്ളാഹു അരുളിയത് അവര് നിങ്ങൾക്കെതിരെ ഗൂഢാലോചന പ്രയോഗിച്ചു, അങ്ങനെ ആണ് അങ്ങ് അവിടുന്ന് പുറത്തു പോയത് എന്നാണ് റസൂലുള്ള പറഞ്ഞത്. മക്ക എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ് മക്ക. നീ എന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അവരെന്നെ പോകാൻ നിർബന്ധിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും നിന്നെ വിട്ടുപോവുകയില്ല എന്നാണ്. അപ്പോ ഇതാണ് വസ്തുത. വസ്തുതകൾക്കപ്പുറത്ത് നമ്മൾ സ്വന്തമായ വ്യാഖ്യാനങ്ങൾ കണ്ടെത്താതിരിക്കാൻ ശ്രമിക്കുക. ശരി, അപ്പോ ഈ ഹിജറ കലണ്ടർ തുടങ്ങുമ്പോൾ, ഒരു പഴയ കലണ്ടർ മാറ്റിവെക്കുമ്പോൾ, നമ്മുടെ അറബി വർഷത്തിലെ 360 ദിവസം കഴിഞ്ഞു പോകുമ്പോൾ ഇനി നമ്മുടെ സമയം ആലോചിക്കാനുള്ളതാണ്. എന്താണ്? എങ്ങനെ ഉണ്ടായിരുന്നു ഈ കഴിഞ്ഞു പോയ മുഹറം 1 മുതൽ ദുൽഹിജ്ജ അവസാനത്തെ ദിവസം വരെയുള്ള കാര്യങ്ങൾ? എത്രയോ ഇബാദത്തുകൾ, എത്രയോ സൽക്കർമ്മങ്ങൾ, എത്രയോ സുദിനങ്ങൾ, എത്രയോ നന്മകൾ, അതിനുള്ള അവസരങ്ങളാണ് തിങ്കളാഴ്ചകളിലൂടെ, വ്യാഴാഴ്ചകളിലൂടെ, അയ്യാമുൽ ബീദുകളിലൂടെ, റമദാനിലൂടെ, സുന്നത്ത് നോമ്പുകളിലൂടെ, സുന്നത്ത് നിസ്കാരങ്ങളിലൂടെ, ദിക്റുകളിലൂടെ, ദുആകളിലൂടെ നമ്മൾ കടന്നുപോയി. നമ്മൾ ഇപ്പോൾ അള്ളാഹുവിൻ്റെ മലക്കുകളുടെ സാന്നിധ്യമുള്ള സദസ്സിലാണ്, അല്ലേ? നമ്മളിപ്പോൾ അങ്ങനെയുള്ള നല്ലൊരു സന്ദർഭത്തിലാണ്. ഇതുപോലെയുള്ള ഒരുപാട് സദസ്സുകൾ നമുക്ക് ലഭിച്ചു. ഒരുപാട് ആയത്തുകൾ നമുക്ക് കേൾക്കാനും കാണാനും വായിക്കാനും അർത്ഥം മനസ്സിലാക്കാനും സാധിച്ചു. നബി ജീവിതത്തിൻ്റെ ഒരുപാട് താളുകൾ നമ്മൾ കേട്ടു. ഇതെല്ലാം നമ്മുടെ മനസ്സിലുണ്ടോ? തലച്ചോറിലുണ്ടോ? കച്ചവടത്തിലും കൃഷിയിലും ഏർപ്പാടിലും ഇടപെടലിലും ഉണ്ടോ? നമ്മുടെ വസ്ത്രത്തിലും നമ്മുടെ ഭക്ഷണത്തിലും നമ്മുടെ പാർപ്പിടത്തിലും വാഹനത്തിലും ഈ ഇസ്ലാം മതം നിറഞ്ഞു നിൽക്കുന്നുണ്ടോ? കേട്ടത് നമുക്ക് ഉപകരിച്ചോ ഇല്ലേ? തുടങ്ങിയ ആത്മപരിശോധന. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ, സൂറത്തുൽ ഹസ്റിലെ ആയത്ത് നിങ്ങൾക്കറിയാം. അള്ളാഹുവിനെ ഭയപ്പെടുക,
നാളേക്ക് വേണ്ടി എന്താണ് മുൻകൂട്ടി ചെയ്തത് എന്ന് ഓരോരുത്തരും ചിന്തിക്കുക. അള്ളാഹുവെ സൂക്ഷിക്കുക. നമുക്ക് ചിന്തിക്കാം, എത്ര സമയമാണ് പാഴായിപ്പോയത്. തമാശകളിലൂടെ, അനാവശ്യമായ യാത്രകളിലൂടെ, ഭക്ഷണം കരിച്ചും പൊരിച്ചും വേവിച്ചും തിളപ്പിച്ചും തണുപ്പിച്ചും ചൂടാക്കിയും ചൂടാറ്റിയും കറകളഞ്ഞും തൊലികളഞ്ഞുമൊക്കെ ഒരുപാട് ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കിയതിലൂടെ, ഒരുങ്ങാനുള്ള സൗന്ദര്യ സംവർദ്ധന വസ്തുക്കൾ ഉപയോഗിച്ചതിലൂടെ ഒക്കെ നമുക്ക് എപ്പോഴെങ്കിലും സമയം നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നാലോചിക്കാം. ഏറ്റവും ലളിതമായ മതമാണ് ഇസ്ലാം, അല്ലെ? ഇന്നദ്ദീന യുസ്റുൻ, മതം വളരെ എളുപ്പമാണ്. വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജിൻ, മതത്തിൽ അവൻ നിങ്ങൾക്ക് യാതൊരു വിഷമം ഉണ്ടാക്കിയിട്ടില്ല. ഖൈറുൻ നിക്കാഹി ഐസറുഹു, ഏറ്റവും നല്ല കല്യാണം ഏറ്റവും ചെലവ് കുറഞ്ഞതാണ്. ഇതൊക്കെ സന്ദേശങ്ങളാണ്, അല്ലേ? ഇതെല്ലാം സന്ദേശങ്ങളാണ്. യാത്രയിലും അല്ലാത്ത സമയത്തുമൊക്കെ നമുക്ക് നിസ്കാരത്തിലെ നൽകപ്പെട്ട ഇളവുകൾ. യാത്രയിൽ കുറച്ച് മതി നിസ്കരിക്കാൻ, 2 നിസ്കരിച്ചാൽ മതി, 4 2 നിസ്കരിച്ചാൽ മതി. അങ്ങനെ ളുഹ്റും അസ്റും ഇശായും 12 റക്അത്തിന് പകരം 6 റക്അത്ത് നിസ്കരിച്ചാൽ മതി. ജമ്മാക്കാൻ അവസരമുണ്ട്. ഇതെല്ലാം നമുക്ക് ഇളവുകളാണ്. ഈ ഇളവുകളൊക്കെ തന്ന ഇസ്ലാമിനെ നമ്മൾ നല്ല സ്നേഹത്തോടു കൂടി സ്വീകരിച്ചോ? നമ്മുടെ സമയം നല്ല രീതിയിൽ ചെലവഴിക്കാൻ നമുക്ക് സാധിച്ചോ? പണം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ എത്രമാത്രം ചെലവഴിക്കാൻ സാധിച്ചു? ഏറ്റവും നല്ല ദിവസങ്ങളായ ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചില തീരുമാനങ്ങൾ എടുക്കാൻ കഴിഞ്ഞോ? വലിയ വലിയ സ്ഥാപനങ്ങൾ ഉണ്ടാക്കാൻ, ഒരു ചെറിയ മദ്രസ, ചെറിയ മസ്ജിദ് ഉണ്ടാക്കാൻ, അങ്ങനെ പലരും ആലോചിച്ചിരുന്നു. ഇൻഷാ അല്ലാഹ് ആലോചനകളെല്ലാം പൂർത്തിയാക്കാൻ നമുക്ക് അള്ളാഹു അനുഗ്രഹം നൽകുമാറാകട്ടെ. തീർച്ചയായും നമ്മുടെ സ്ഥാപനങ്ങൾ, അതുപോലെ മസ്ജിദുകൾ, മദ്രസകൾ, അതെല്ലാം നമ്മുടെ സഹായത്തോടു കൂടിയാണ് ലോകത്ത് വളരുന്നത്. ശരി, ഈ ഒരു കഴിഞ്ഞ വർഷം സദഖയുടെ വർഷമായിരുന്നു. പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ നമുക്കുണ്ടായിരുന്നു, പല അപകടങ്ങൾ ഉണ്ടായിരുന്നു. വിമാനാപകടവും, കടലിലെ തീപിടുത്തവും, കടലിലെ മാരക വസ്തുക്കൾ കലർന്നതും തുടങ്ങി നമ്മുടെ യുദ്ധം, ഇറാൻ ഇസ്രായേൽ യുദ്ധം തുടങ്ങി ഗസയിലെ പോരാട്ടങ്ങൾ, ആയിരക്കണക്കിന് മരണങ്ങൾ, ഇതെല്ലാം നിറഞ്ഞ ഒരു വർഷമായിരുന്നു നമുക്ക്. ദുഃഖത്തിന്റെ വർഷം എന്നൊക്കെ പറയാവുന്ന വർഷം. അതിനിടയിലും നമുക്ക് പെരുന്നാളുകൾ ഉണ്ടായി. ആ പെരുന്നാളുകളിൽ അള്ളാഹു കൽപ്പിച്ചത് കൊണ്ട് നമ്മൾ സന്തോഷത്തോടുകൂടി പെരുന്നാൾ ആഘോഷിച്ചു. ഒരു റമദാൻ കിട്ടി, കുറെ സുന്നത്ത് നോമ്പുകൾ കിട്ടി. ഒരു വർഷം 211 നോമ്പുകൾ ഉണ്ടായിരുന്നു. നമുക്ക് എത്രമാത്രം എടുക്കാൻ സാധിച്ചു തുടങ്ങിയ ആലോചനകളെല്ലാം നമുക്ക് നിർവഹിക്കേണ്ടതുണ്ട്. ഇനി ഏറ്റവും പ്രധാനമായ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. അതെന്താണ്? മുഹറം 9ഉം 10ഉമാണല്ലോ. മുഹറം 9നും 10നും നബിയും സഹാബിമാരും ഓർമ്മിച്ചത് എന്ത് കാര്യമാണ്? അത് കർബലയല്ല, പിന്നെയോ അത് മഹത്തായ ചരിത്രമാണ്. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ അതേ കിടയൊത്ത ഒരു റസൂലാണ് മൂസാ നബി അലൈഹിസ്സലാം. വകല്ലമല്ലാഹു മൂസാ തക്ലീമാ, അള്ളാഹു മൂസയോട് സംസാരിച്ചു. അള്ളാഹു അക്ബർ. 136 സ്ഥലത്താണ് മൂസാ നബി അലൈഹിസ്സലാമിന്റെ പേര് വന്നത് ഖുർആനിൽ. ഒരുപാട്, ഏറ്റവും കൂടുതൽ ചരിത്രം വന്നത് മൂസാ നബിയുടെ ചരിത്രമാണ്. അതിന്റെ ഭാഗമാണ് ഇസ്രായേൽ മക്കളുടെ ചരിത്രം. അതിന്റെ ഭാഗമാണ് ഫിർഔന്റെ, ഹാമാന്റെ, ഖാറൂന്റെ ഒക്കെ ചരിത്രം. ആ ചരിത്രത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വിഷയമാണ് മുഹറം 10ന് നടന്നത്. അതിന്റെ ആധാരമായ സംഭവം നിങ്ങൾക്കറിയാം. മൂസാ നബി അലൈഹിസ്സലാം ജനിച്ച ആ സമൂഹം, അവിടുത്തെ ആൺമക്കളെയെല്ലാം കൊല്ലാൻ ഫിർഔൻ തീരുമാനിച്ച സന്ദർഭമാണ്. പെൺമക്കളെയെല്ലാം വെറുതെ വിടാനും. പക്ഷേ അത്ഭുതമാണ് ആ മൂസാ നബി അലൈഹി സ്വലാമിനെ ഫിർഔനും ഭാര്യയും തന്നെ വളർത്തി എന്നുള്ളത്. അങ്ങനെ അതങ്ങ് കഴിഞ്ഞു പോയി. മൂസാ നബി നബിയായപ്പോൾ ദിവ്യ വെളിച്ചം തൂർസീന പർവ്വതത്തിൽ നിന്ന് കിട്ടിയപ്പോൾ ആ വടി നിലത്തിടാൻ കൽപ്പിച്ചു അള്ളാഹു ഫിർഔന്റെ മുമ്പിൽ വെച്ച്. ഫിർഔന്റെ അടുക്കലേക്ക് ചെല്ല്, യദ്ഹബില ഫിർഔന ഇന്നഹു തഗാ, അവൻ അതിക്രമിയായിരിക്കുന്നു, നീ ചെല്ല്. ഫഖൂല ലഹു ഖൗലൻ ലയ്യിന, സോഫ്റ്റായ വർത്താനം പറയേ. ചില ആളുകളൊക്കെ പ്രബോധന രംഗത്ത് ദേഷ്യം പിടിച്ചുകൊണ്ട് പല്ലുറിമിക്കൊണ്ട് സംസാരിക്കാറുണ്ട്. അതായത് ശാന്തമായി സംസാരിക്കണം, പുഞ്ചിരിച്ചുകൊണ്ട് സംസാരിക്കണം. ഫഖൂല ലഹു ഖൗലൻ ലയ്യിന ലഅല്ലഹു യതദക്കറു യഖ്ശ, അവൻ ഭയന്നേക്കാം, അവൻ ഓർമ്മിച്ചേക്കാം. അങ്ങനെയാണ് സംസാരിക്കുന്നത്. അപ്പൊ എന്താ, ഞാൻ റസൂലാണ്. ആരാണ് റസൂല്? ആരാണ് അള്ളാഹു? അല്ലദീ ഖലഖ കുല്ല ഷൈഇൻ ഖൽഖഹു,
എല്ലാ വസ്തുക്കൾക്കും സൃഷ്ടിപ്പ് നൽകിയ സുമ്മഹദ, വഴി കാണിച്ചു കൊടുത്ത അള്ളാഹു. റബ്ബുനല്ലദീ അഅ്താ കുല്ല ഷൈഇൻ ഖൽഖഹു സുമ്മഹദ. ആരാണ് റബ്ബുസ്സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ പടച്ചോ എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തിയപ്പോ ഞാനല്ലാത്തൊരു ദൈവം നിങ്ങൾക്കുണ്ടോ എന്ന് ചോദിച്ചു. നിന്റെ തെളിവ് എന്താന്ന് ചോദിച്ചപ്പോ വടി നിലത്തിട്ടു, വടി പാമ്പായി. ഇതൊക്കെ നമ്മളെ നാട്ടിൽ സാധാരണ നടക്കുന്നതല്ലേ എന്ന് പറഞ്ഞ് ഫിർഔൻ അത് കളിയാക്കി. കൈ കക്ഷത്തിൽ വെച്ചപ്പോൾ, എന്നിട്ട് പുറത്തെടുത്തപ്പോൾ കയ്യിന് പ്രകാശം, തീയില്ല, ചൂടില്ല, പ്രകാശം മാത്രം. അല്ലാഹു അക്ബർ. അപ്പോൾ പറഞ്ഞു, നമുക്ക് മന്ത്രവാദികളെയും ആഭിചാരകന്മാരെയും വിളിച്ചു കൂട്ടിയിട്ടൊരു മത്സരം നടത്താം. അങ്ങനെ മത്സര രംഗത്ത് വന്നു. മൈതാനത്ത് ഒരുമിച്ച് കൂടി. അവന്റെ ആളുകളായ ആഭിചാരകന്മാർ ചോദിച്ചു, ഞങ്ങൾ ജയിച്ചാൽ എന്തു തരും? പറഞ്ഞു, നിങ്ങൾ മിനൽ മുഖറബീൻ, എൻ്റെ ഏറ്റവും അടുത്ത ആളുകളായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ സന്തോഷത്തോടു കൂടി ഫിർഔനോട് പറഞ്ഞു, അങ്ങയുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾ ജയിക്കും എന്ന്. ആ സന്ദർഭം ഹാജരായി. മൂസാ നബി അലൈഹി സ്വലാമിന്റെ എതിരാളികളായ മന്ത്രവാദികളെല്ലാം കയറുകൾ നിലത്തിട്ടു. ആ കയറുകളെല്ലാം ഭീമാകാരമായ സർപ്പങ്ങളായി മൂസാ നബി അലൈഹി സ്വലാമിന് നേരെ ചീറിയെടുത്തു. ആ സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം മൂസാ നബിയുടെ കയ്യിലുണ്ടായിരുന്ന കുത്തിപ്പിടിക്കാൻ ഉപയോഗിച്ച, ഇല തല്ലിപ്പൊഴിക്കാൻ ഉപയോഗിച്ചിരുന്ന ആ വടി അങ്ങ് നിലത്തിട്ടപ്പോൾ എന്തുണ്ടായി? ആ വടി എല്ലാ പാമ്പുകളെയും അങ്ങ് വിഴുങ്ങി. മൈതാനം ശൂന്യമായി. അല്ലാഹുവേ, അത് കണ്ട ആ അഭിചാരകന്മാർ അതിന്റെ 5 മിനിറ്റ് മുമ്പ് വരെ ഞങ്ങൾ അങ്ങയുടെ ബർക്കത്ത് കൊണ്ട് ജയിക്കും എന്ന് പറഞ്ഞിരുന്ന ആ മനുഷ്യന്മാർക്ക് മനസ്സിലായി, ഇത് വടിയല്ല, ഇത് മൂസാ നബി അല്ല, ഇത് അള്ളാഹുവിന്റെ മുഅ്ജിസത്താണ്, മൂസാ നബിയുടെ കഴിവല്ല. അത് കേട്ടപ്പോ അവരെല്ലാവരും പറഞ്ഞു, ആമന്നാ ബിറബ്ബിൽ ആലമീൻ, ഞങ്ങൾ വിശ്വസിച്ചു. ആമന്നാ ബിറബ്ബിൽ ആലമീൻ, റബ്ബി മൂസാ വ ഹാറൂൻ, മൂസായിലും ഹാറൂനിലും വിശ്വസിച്ചു എന്ന് ഫിർഔൻ ശക്തമായി കോപിച്ചു. ആമൻതും ഖബ്ല അൻ ആദന ലക്കും, ഞാൻ നിങ്ങൾക്ക് അനുവാദം നൽകുന്നതിന് മുമ്പ് നിങ്ങൾ വിശ്വസിക്കുകയാണോ എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ വിപരീതമായി കയ്യും കാലും കൊത്തി നുറുക്കും, നിങ്ങളെ ഈത്തപ്പനയിൽ കുരിശിലേറ്റും. അപ്പോ ആ ആൾക്കാരെന്ത് പറഞ്ഞു? നോക്കൂ, നിങ്ങൾ 5 മിനിറ്റ് കൊണ്ട് അവർക്ക് ഈമാൻ കിട്ടിയതാണ്. ഫഖ്ലി മാ അൻത ഖാലി, നിനക്ക് വിധിക്കാനുള്ളതെല്ലാം വിധിച്ചോളൂ. ഇന്നമാ തഖ്ലി അൽ ഹയാത്തുദ് ദുനിയ, ഈ ദുനിയാവിലല്ലേ നീ വിധിക്കുകയുള്ളൂ. ഞങ്ങള് റബ്ബിന്റെ അടുക്കലേക്ക് പോകാനുള്ളവരാണ്. എന്താ പറഞ്ഞത്? സൂറത്ത് ത്വാഹയിൽ 72-ാമത്തെ ആയത്ത്, ഞങ്ങൾക്ക് കിട്ടിയ തെളിവുകളെക്കാൾ ഞങ്ങൾ നിങ്ങളെ തെരഞ്ഞെടുക്കൂല. വല്ലദീ ഫത്തറനാ, ഞങ്ങളെ പടച്ചവനെതിരായി നിങ്ങളെ തെരഞ്ഞെടുക്കൂല. ഫഖ്ലി മാ അൻത ഖാലിൻ, നീ വിധിക്കാനുള്ളതെല്ലാം വിധിച്ചോളൂ. ഇന്നമാ തഖ്ലി ഹാദിഹിൽ ഹയാത്തുദ് ദുനിയ, ഇന്നമാ തഖ്ലി ഹാദിഹിൽ ഹയാത്തുദ് ദുനിയ, ഈ ദുനിയാവിലല്ലേ നീ വിധിക്കൂ, നീ ദുനിയാവിലല്ലേ വിധിക്കുകയുള്ളൂ. അല്ലാഹു അക്ബർ. ഇന്നാ ആമന്നാ ബിറബ്ബിന, ഞങ്ങൾ ഇത് അടുത്ത ആയത്ത്, ഇന്നാ ആമന്നാ ബിറബ്ബിന, ഞങ്ങൾ ഇതാ റബ്ബിൽ വിശ്വസിച്ചിരിക്കുന്നു. ലിയഗ്ഫിറ ലനാ ഖത്തായാന, ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങൾക്ക് പുറത്തു കിട്ടാൻ. ശരി, അപ്പോ ഇതാണ് സംഭവം. അത്ര നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ചെറിയൊരു പ്രശ്നമുണ്ടാകുമ്പോഴേക്ക് തകർന്നു പോകുന്ന ഈമാൻ വരെ പണയം വെക്കുന്ന ഒരവസ്ഥ ചിലപ്പോഴൊക്കെ നമ്മളിൽ ഉണ്ടാകാം. അള്ളാഹുവേ കാത്തുരക്ഷിക്കണേ. ഒരു ദുഃഖത്തിന്റെ സന്ദർഭമാകുമ്പോൾ ഒരു സത്യം വെട്ടിത്തുറന്ന് പറയാനൊക്കെ മടി കാണിക്കുന്നു പലരും, അല്ലേ? എന്നാൽ ഇതാ ഫിർഔൻ, ക്രൂരനായ ഫിർഔൻ, അയാൾ പറഞ്ഞു കൊല്ലും. എന്നിട്ടു യാതൊരു കൂസലുമില്ലാതെ മൂസാ നബി അലൈഹിസ്സലാമിന്റെ കൂടെ നിന്നു ആര്? ഈ മന്ത്രവാദികൾ. അന്ന് രാത്രിയാണ്. അള്ളാഹുവിന്റെ കൽപ്പന, ഇനി ഇവിടെ നിന്നാൽ നിങ്ങൾക്ക് ജീവൻ കിട്ടൂല, പൊയ്ക്കോളിൻ. അങ്ങനെയാണ് പാവപ്പെട്ട ഇസ്രായേൽ മക്കൾ, ലക്ഷക്കണക്കിന് ഇസ്രായേൽ മക്കൾ, സാധുക്കളായ ആൾക്കാർ മൂസാ നബിയുടെ കൂടെ രാത്രി വീട് വിട്ടിറങ്ങുന്നത്. അവര് ചെങ്കടൽ തീരത്തേക്ക് എത്തുകയാണ്. പിന്നിലതാ ആർത്തലക്കുന്ന സർവസജ്ജമായ പട്ടാളം, എല്ലാ പരിശീലനവും നേടിയ പട്ടാളം. മുന്നിലതാ ആർത്തലക്കുന്ന തിരമാലകൾ. അതിനിടയിൽ ഈ സാധുക്കൾ
അപ്പോ അവര് പറഞ്ഞു ഇന്നാലമുതറക്കൂൻ, നമ്മൾ പിടിക്കപ്പെടും, ഇതാ നമ്മളെ പിടികൂടുക തന്നെ ചെയ്യും, നമുക്കിനി രക്ഷയില്ല, നമുക്കിനി രക്ഷയില്ല എന്ന് അവര് പറയുകയാണ്. അപ്പോ ഇന്നാലമുതറക്കൂൻ എന്ന് പറഞ്ഞപ്പോ ആ മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞ വാക്ക് എന്താണ്? രണ്ട് കക്ഷികളും അവിടെ മുഖാമുഖം നിൽക്കുകയാണ്, അവിടെ കാണുകയാണ്, ബേക്കിൽ കാണുന്നുണ്ട്. ഇന്നാലമുതറക്കൂൻ. അല്ലാഹു അക്ബർ. ശുഅറയിലെ 61-ാമത്തെ ആയത്ത്. അപ്പോ മൂസാ നബി പറഞ്ഞ തങ്കപ്പെട്ട വാക്ക്, കല്ലാ, അങ്ങനെയല്ല, ഇന്ന മഅയ റബ്ബി, എൻ്റെ റബ്ബ് എൻ്റെ കൂടെയുണ്ട്, സയഹ്ദീൻ, അവൻ വഴി കാണിക്കും. ശരി, അങ്ങനെ മൂസാ നബിയോട് അള്ളാഹു അരുളി, ഇദ്രിബ് അസാക്കൽ ബഹർ, കടലിൽ വടി കൊണ്ടടിക്ക്. കടലിൽ വടി കൊണ്ടടിച്ചാൽ എന്താ സംഭവിക്കുക? വെള്ളത്തിൽ താഴ്ന്നു പോകൂലേ? സംഭവിച്ചത് അങ്ങനെയല്ല. ഫൻഫലഖ് ഫകാന കുല്ലു ഫിർഖിൻ കത്തൗദിൽ അലീം, രണ്ട് മലത്തിണ്ണകൾ, വെള്ളത്തിന്റെ മതിലുകൾ, നടുവിൽ ഉണങ്ങിയ വഴി, തരീഖൻ യബസ, അങ്ങനെ ഉണങ്ങിയ വഴി ഉണ്ടായി. നോക്കൂ നിങ്ങൾ, എത്ര കൊല്ലങ്ങളായി, കോടിക്കണക്കിന് കൊല്ലങ്ങളായി അവര് അവിടെ ആ വെള്ളം അവിടെ അടിഞ്ഞുകൂടി കിടക്കുന്നുണ്ട്, ചളിയുണ്ട്, മണലുണ്ട്, മണ്ണുണ്ട്. പക്ഷേ ഈ വടി കൊണ്ട് അടിച്ചപ്പോ എല്ലാം പോയി. തരീഖൻ യബസ, ഉണങ്ങിയ വഴി ഉണ്ടായി. തരീഖൻ ഫിൽ ബഹരി യബസ, ത്വാഹയിലെ 77-ാമത്തെ ആയത്ത്. അല്ലാഹു അക്ബർ. ഫിൽ ബഹരി യബസ, തരീഖൻ ഫിൽ ബഹരി, കടലിൽ വഴിയുണ്ടായി. എങ്ങനെ? ആ ഒരു ഉണങ്ങിയ വഴി, ആ വഴിയിലൂടെ അവരെല്ലാവരും മുന്നോട്ട് പോയി. ഇതാണ് അന്ന് സംഭവിച്ചത്. അപ്പോ എല്ലാവരും രക്ഷപ്പെട്ടു. ആ രക്ഷപ്പെട്ടതിൽ അതെത്ര കൊല്ലായി? എത്രയോ കൊല്ലങ്ങളായി. ഇന്നും നമ്മൾ നോമ്പ് നോൽക്കാൻ ഇരിക്കുകയാണ് മുഹറം 10-ന്. മുഹറം 10-ന്റെ നോമ്പിന്റെ പ്രത്യേകത എത്രയാണ്? ഒരു കൊല്ലത്തെ പാപങ്ങൾ മായ്ക്കപ്പെടും എന്നാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അരുളിയത്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അപ്പോ യുകഫിറു അസ്സന, ഒരു കൊല്ലത്തെ പാപങ്ങൾ മായ്ക്കപ്പെടുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളിയത്. അള്ളാഹുവെ സ്വീകരിക്കണം. നമ്മുടെ പാപങ്ങൾ എത്രയാണ്? പാപങ്ങൾ എത്രയാണ്? മുസ്ലിമിലെ 1162-ാമത്തെ ഹദീസിൽ പറഞ്ഞതാണ്. എത്ര പാപങ്ങളാണ്. അപ്പൊ അത്രയും മഹനീയമായ ഒരു നോമ്പിന്റെ കാരണം എന്താണ്? അതല്ലേ രസം. എന്ത്? നമ്മള് മൂസാ നബി രക്ഷപ്പെട്ടതിൽ ഉള്ള സന്തോഷ പ്രകടനമാണ്. ലക്ഷക്കണക്കിന് ഇസ്രായേൽ മക്കൾ രക്ഷപ്പെട്ടതിലുള്ള സന്തോഷം ആണ്. സന്തോഷ പ്രകടനം എങ്ങനെയാണ്? അത് നോമ്പാണ്. ഖുർആൻ ഇറങ്ങിയ സന്തോഷം എങ്ങനെയാണ്? നോമ്പ് നോൽക്കുക. ഖുർആൻ ഇറങ്ങിയ ദിവസം തിങ്കളാഴ്ചയാണ്, നോമ്പ് നോൽക്കുക. നബിയായ ദിവസം നമുക്ക് സന്തോഷമുള്ള കാര്യമാണ്, നോമ്പ് നോൽക്കുക. സ്വർഗത്തിന്റെ വാതിൽ തുറക്കപ്പെടുന്ന ദിവസമാണ്, നോമ്പ് നോൽക്കുക. മനുഷ്യന്റെ കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്ന ദിവസമാണ്, നോമ്പ് നോൽക്കുക. ഇതാണ് ഇസ്ലാമിന്റെ മഹിമ. അതുകൊണ്ട് ആഘോഷങ്ങളല്ല, അമിട്ട് പൊട്ടിക്കലല്ല, പടക്കമല്ല, ആനയും അമ്പാരിയും ചെണ്ടയും കൊട്ടുമല്ല, റബ്ബിന് കീഴ്വണങ്ങുകയാണ് ഇത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് ചെയ്യാനുള്ളത്. അതിനാൽ ഈ മുഹറം 10-ന് നോമ്പ് നോൽക്കുന്ന കാര്യം, ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കാം. മുഹറം 9-ന് നോമ്പ് നോൽക്കാൻ പറഞ്ഞ എന്താണ്? അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനത്തെ വർഷം പറഞ്ഞു, ഞാൻ ബാക്കിയുണ്ടെങ്കിൽ, അടുത്ത വർഷം ബാക്കിയുണ്ടെങ്കിൽ എന്ത് ചെയ്യും? 9-ഉം നോൽക്കും എന്ന് പറഞ്ഞു. അപ്പോ എന്താണ് അതിന്റെ വിഷയം? ജൂതന്മാര് നോമ്പെടുക്കുന്നു, നമ്മളും നോമ്പെടുക്കുന്നു. അപ്പൊ രണ്ടും ഒരുപോലെയായ ആകാൻ പാടുണ്ടോ? ഇല്ല. കാരണം കലരാൻ പാടില്ല. മതങ്ങൾ തമ്മിൽ കലരുമ്പോൾ, സമൂഹങ്ങൾ തമ്മിൽ കലരുമ്പോൾ, ലയിക്കുമ്പോൾ പിന്നെന്താകും? അപകടകരമായ അവസ്ഥയിലേക്ക് പോകും. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഹീ പ്രകാരം പറഞ്ഞു, ലഅസൂമന്നത്താസിഅ, ഞാൻ 9-നും നോമ്പ് നോൽക്കും. അപ്പോ നമ്മളോട് പറഞ്ഞത് നോമ്പ് 10 മാത്രമായി നോൽക്കാതിരിക്കുക,
ഒരു ദിവസം അപ്പുറത്തോ ഒരു ദിവസം അപ്പുറത്തോ എന്നും ചില റിപ്പോർട്ടുകളിൽ കാണാം. ഏറ്റവും പ്രധാനമായ റിപ്പോർട്ട് 9ഉം 10ഉം എന്ന് തന്നെയാണ്. അപ്പൊ ആ ഒരു വിഷയം, അതായത് നമ്മളുടെ മതത്തെ നമ്മൾ പരിരക്ഷിക്കണം, അതിൻ്റെ തനിമ നിലനിർത്തണം, അതിൻ്റെ എല്ലാ വിധത്തിലുമുള്ള വശങ്ങൾ നമുക്ക് തുണയായി നിൽക്കണം. ഒരിക്കലും തന്നെ എന്താകരുത്, നമ്മളുടെ മതം മറ്റുള്ളവയുമായി കലർന്ന് ഒന്നും നഷ്ടപ്പെടുന്ന രീതിയിലാകരുത് എന്ന്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത് സുംന അൽ യൗമ അത്താസി ഇൻഷാ അല്ലാഹ് ഫഇദാ കാന അൽ ആമുൽ മുഖ്ബിൽ. സഹീഹ് മുസ്ലിമിലെ 1134 ഹദീസ്. ഞാൻ അടുത്ത വർഷം ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് 9 നോൽക്കും. പക്ഷേ ആ വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണ്ടായില്ല. അദ്ദേഹം അവിടുന്ന് അതിനു മുമ്പേ തന്നെ വഫാത്തായി പോയി. അള്ളാഹുവെ സ്വീകരിക്കുമാറാകണേ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും മുഹറം 9 നോമ്പ് നോറ്റിട്ടില്ല. പക്ഷേ നമുക്കത് സുന്നത്താണ്, കാരണം നബിയുടെ വാക്ക്. ഇത്രയും കാര്യങ്ങളാണ് ഈ ദിവസങ്ങളിൽ നമുക്ക് ആലോചിക്കാനുള്ളത്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകാം. ഈ 5-8 കാര്യങ്ങൾ നിങ്ങളുടെ മുൻപിൽ വെച്ചു. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അതിൻ്റെ അർത്ഥം ആശയം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഹിജ്റ വർഷം ആരംഭിക്കുമ്പോൾ ചില തീരുമാനങ്ങൾ എടുക്കാം. ഈ വർഷത്തിലെങ്കിലും ഇൻഷാ അല്ലാഹ് പഴയതുപോലെയാകില്ല. നഷ്ടപ്പെട്ടു പോയതൊക്കെ തിരിച്ചെടുക്കണം, കിട്ടാതെ പോയത് കിട്ടണം, പഠിക്കാൻ കഴിയാത്ത പല കാര്യങ്ങളും പഠിക്കണം, ദിക്റുകളും ദുആകളും ഒക്കെ പഠിക്കണം. എല്ലാ കാര്യങ്ങളും നമുക്ക് പൂർത്തിയാക്കണം. ദാനധർമ്മങ്ങൾ കൂടുതൽ ഉണ്ടാക്കണം. ഖുർആന്റെ പഠന പരിപാടികളിലൊക്കെ കൂടണം. ഈ ഇതുപോലെയുള്ള ഗ്രൂപ്പുകൾ എല്ലാം, അഹ്ദാ സബീൽ പോലെയുള്ള ഗ്രൂപ്പുകളെല്ലാം തന്നെ ഉഷാറാക്കണം. എന്നിട്ട് റബ്ബിന് ഇഷ്ടപ്പെട്ട പ്രവൃത്തികൾ കൂടുതലായി ചെയ്യണം. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹുവേ, മുഹറം മാസത്തിലെ നോമ്പുകൾ, നിശ്ചയിക്കപ്പെട്ട നോമ്പുകൾ നോൽക്കാൻ വേണ്ടി ഞങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകണേ. രോഗികൾക്കെല്ലാവർക്കും അള്ളാഹുവേ ശിഫ നൽകണേ. മരിച്ചുപോയ സത്യവിശ്വാസികൾക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കണം. اللهم إنا نسألك الجنة ونعوذ بك من النار. اللهم إنا نسألك الجنة ونعوذ بك من النار. اللهم إنا نسألك الجنة ونعوذ بك من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. والحمد لله رب العالمين. وصلى الله على خاتم الأنبياء والمرسلين. എന്തെങ്കിലും സംശയമുണ്ടോ?